ഇതമ്മ സാധനങ്ങള്. ടേബിൾ മക്ക് വെച്ചാളെ. അല്ലമ്മ ഓളെ എവിടെ? ഓളെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഓളെ റൂമിലുണ്ട്, അവിടെ ഇരിക്കാ തോന്നുന്നുണ്ട്. എല്ലാ സുഖമുണ്ടോ? കൊഴപ്പൊന്നുമില്ല, ഞാൻ ചോദിച്ചപ്പോ കൊഴപ്പൊന്നുമില്ല എന്നാ പറഞ്ഞത്. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് പോയോക്കട്ടെ. ആ എന്തമ്മ കാക്ക പറയുന്നത്? താത്ത എവിടെയെന്ന് ചോദിച്ചതാണോ? എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞു? അവിടെ ഉണ്ട്, റൂമിലുണ്ട്. എന്തേലും പറ്റിക്കണോ ചോദിച്ചു. കൊഴപ്പൊന്നുമില്ല തോന്നണെന്നും പറഞ്ഞു. ഞാൻ നിങ്ങളോട് എപ്പോഴും ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കും. താത്ത എപ്പോഴും ഫോൺ വിളിച്ചെങ്ങാണ്ട. കാക്കാട് പുറത്തു പോയാ തുടങ്ങും ഫോൺ വിളിക്കാന്. ഓലെ പേരേക്കൊക്കെ ആണെങ്കിൽ എന്താ കാക്കാന്റെ മുന്നിൽ നിന്ന് വിളിച്ചൂടെ? പക്ഷെ കാക്ക പുറത്തു പോയാലേ താത്ത ഫോൺ വിളിക്കുള്ളൂ. ആരോട്? പതുക്കെ സംസാരിക്കണത് കാണാം. ഇജ്ജൊന്നും പറയൊന്നും വേണ്ട. ഇനി ഓലെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവുള്ളൂ. ഇജ്ജ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നടന്നാളാ. ഞാൻ ഒന്നും പറയണൊന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. എന്താ അനക്ക് പണി ഇവിടെ? ഞാൻ ഇവിടെ ഇരിക്ക. നിനക്ക് എന്താ അമ്മാനി ഓളെ ഒന്ന് പോയി സഹായിച്ചാലും അടുക്കളയില്? എനിക്ക് നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് തലവേദന. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഈ നീക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. ആദ്യം ആ ഫോണൊന്ന് എടുത്ത് വെക്ക്, എന്നാലേ എന്റെ അസുഖമൊക്കെ മാറുള്ളൂ. ഉം ഞാനേ നമ്മളെ കടയിലേക്ക് പോവാണ്, കുറച്ച് നേരം വെക്കും വരാന്. ആ ഹലോ, ഇക്ക വന്നിരുന്നു. ഞാൻ അതാ വേഗം ഫോൺ എടുത്തുവെച്ചത്. എന്ത് പറയണ് എന്റെ ഭർത്താവ്? എന്താ അറിയണേ? എന്താ ഈ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത, ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു. ആ മനക്ക് തലവേദനയാണ്. നല്ല ആളെന്നെ. മോളെ, ഇജ് താത്താനെ പോയി വിളിച്ചോടുന്ന. എന്താ ഓൾക്ക് തലവേദനയാണെന്നല്ല പറഞ്ഞത്? ചോറ് ഞാൻ വിളമ്പി വെക്ക, ഓട് വന്ന് തിന്നാൻ പറയാം, ഒരു ഗുളികയും കൊടുക്ക, എന്നിട്ട് വരാൻ പറയാ. ഞാൻ വിളിച്ചണ്ട.